ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇടയ്ക്കൊന്ന് കുറച്ച് ഡിലേ ആയിപ്പോയി, കുറച്ച് ഹെൽത്ത് ഇഷ്യൂസും കാര്യമൊക്കെ ആയിരുന്നു. ഇപ്പോഴാണൊന്ന് ഓക്കെ ആയത്. അപ്പോൾ നമുക്ക് ബിഗ് ഡേറ്റയുടെ വീഡിയോ ആയിരുന്നു നമ്മൾ ചെയ്തത് ലാസ്റ്റ്. അതിൻ്റെ പാർട്ട് 2 വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ നിർത്തിവെച്ചത് സോഴ്സസ് ഭാഗത്തായിരുന്നു അല്ലേ. അപ്പോൾ ഇനി അത് തുടങ്ങേണ്ടതും അവിടെ നിന്നാണ്. നമ്മളത് പറഞ്ഞിട്ടില്ല, സ്റ്റാർട്ട് ചെയ്യേണ്ടത് സോഴ്സസ് ഓഫ് ബിഗ് ഡേറ്റയിൽ നിന്നാണ്. അപ്പം നമുക്ക് ഡേറ്റയുടെ ഉറവിടങ്ങൾ, ബിഗ് ഡേറ്റയുടെ ഉറവിടങ്ങളെ പറ്റിയിട്ട് നമുക്കിനി സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. ഫസ്റ്റ് തന്നെ നമുക്ക് പറയാനുള്ളത് സോഴ്സസ് ഓഫ് ബിഗ് ഡേറ്റ. ഇൻഡസ്ട്രി 4.0 ബിഗ് ഡേറ്റയുടെ സോഴ്സസ്, ഉറവിടങ്ങൾ ഏതൊക്കെയാണെന്നാണ്. ഒന്നാമത് പറയുന്നത് എന്താണ്? മെഷീനുകളും ഉപകരണങ്ങളും, മെഷീൻസ് ആൻഡ് എക്യുപ്മെൻറ്റ്സിനെ കുറിച്ചിട്ടാണ്. മെഷീനുകളിൽ ഘടിപ്പിച്ചിരിക്കുന്ന സെൻസറുകളും IoT ഉപകരണങ്ങളും വഴി താപനില, മർദ്ദം, തേയ്മാനം എന്നിവ രേഖപ്പെടുത്തുന്നുണ്ട് ബിഗ് ഡേറ്റ. അതിനകത്ത് നമ്മൾ ഘടിപ്പിച്ചിട്ടുണ്ട് ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് ഘടിപ്പിച്ചത് വഴി ഘടിപ്പിച്ചിരിക്കുന്ന സെൻസറുകളും IoT, അതായത് ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് ഉപകരണങ്ങളും വഴി എന്ത് ചെയ്യുന്നുണ്ട്? താപനില, മർദ്ദം, തേയ്മാനം പോലുള്ളവ രേഖപ്പെടുത്താൻ സഹായിക്കുന്നുണ്ട് അല്ലേ. നെക്സ്റ്റ് പറയുന്നത് സപ്ലൈ ചെയിൻസിനെ കുറിച്ചാണ്. ലോജിസ്റ്റിക്സ് നൽകുന്നവർ, വെയർ ഹൗസുകൾ, ട്രാൻസ്പോർട്ട് വാഹനങ്ങൾ എന്നിവ നൽകുന്ന തത്സമയ വിവരങ്ങൾ. മൂന്നാമത് എന്താണ് പറയുന്നത്? ഉപഭോക്തൃ ഇടപെടലുകളാണ്, കസ്റ്റമർ ഇൻ്ററാക്ഷനാണ്. ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലെ ഫീഡ്ബാക്കുകൾ, ബ്രൗസിംഗ് പാറ്റേണുകൾ, വാങ്ങൽ ചരിത്രം, ഇവയൊക്കെ ബിഗ് ഡേറ്റയ്ക്കകത്ത് ബിഗ് ഡേറ്റയുടെ ഒരു സോഴ്സസ് ആണ് അല്ലേ. ഇനി പറയുന്നത് എൻ്റർപ്രൈസ് സിസ്റ്റംസിനെ കുറിച്ചിട്ടാണ്. ERP, എൻ്റർപ്രൈസ് റിസോഴ്സ് പ്ലാനിങ്, CRM, കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റ് എന്നിവയിൽ നിന്നുള്ള വിവരങ്ങൾ. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ സെമ്മിലൊക്കെ പഠിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ബാഹ്യ ഉറവിടങ്ങൾ, എക്സ്റ്റേണൽ സോഴ്സസിനെ കുറിച്ചിട്ടാണ്. സോഷ്യൽ മീഡിയ, ഗവൺമെൻറ് ഡേറ്റാബേസുകൾ, മാർക്കറ്റ് റിപ്പോർട്ടുകളൊക്കെയാണ് എക്സ്റ്റേണൽ സോഴ്സസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് പറയേണ്ടത് ഇമ്പോർട്ടൻസ് ആണ്. ഇൻഡസ്ട്രി 4.0 ബിഗ് ഡേറ്റയുടെ ഇമ്പോർട്ടൻസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഒന്നാമത്തെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ത്? തകരാറുകൾ മുൻകൂട്ടി കാണാനും തടയാനും ശ്രമിക്കുന്നു. പ്രെഡിക്റ്റീവ് അനലിറ്റിക്സ് വഴി മെഷീൻ തകരാറുകൾ മുൻകൂട്ടി തിരിച്ചറിയാൻ ബിഗ് ഡേറ്റ സഹായിക്കുന്നുണ്ട് ഇൻഡസ്ട്രി 4.0. ഓക്കെ. നെക്സ്റ്റ് പറയുന്നതാണ് ഉൽപ്പാദനം മെച്ചപ്പെടുത്താൻ. തത്സമയ ഡേറ്റ ഉപയോഗിച്ച് ഉൽപ്പാദന ഷെഡ്യൂളുകൾ മാറ്റാനായിട്ട് സാധിക്കുന്നുണ്ട്. ഉപഭോക്തൃ അനുഭവം മെച്ചപ്പെടുത്താൻ, അതായത് ഉപഭോക്താക്കളുടെ താല്പര്യങ്ങൾ വിശകലനം ചെയ്ത് വ്യക്തിഗത സേവനങ്ങൾ നൽകുന്നു. സപ്ലൈ ചെയിൻ കാര്യക്ഷമത കൂട്ടാനായിട്ട് വെയർ ഹൗസുകളുടെയും ലോജിസ്റ്റിക്സിൻ്റെയും കൃത്യമായ ഏകോപനം സാധ്യമാക്കുന്നു. സുസ്ഥിരത ഉറപ്പാക്കാൻ ഊർജ്ജോപഭോഗം വിശകലനം ചെയ്ത് പരിസ്ഥിതി ആഘാതം കുറയ്ക്കുന്നു. ഇനി നെക്സ്റ്റ് ടോപ്പിക്കാണ് ഇൻഡസ്ട്രി 4.0 ബിഗ് ഡേറ്റയുടെ അവശ്യ ഘടകങ്ങൾ, എസെൻഷ്യൽസ് ഓഫ് ബിഗ് ഡേറ്റ എന്ന് പറയുന്നത്. ബിഗ് ഡേറ്റയെ ഇൻഡസ്ട്രി 4.0 നട്ടെല്ല് അല്ലെങ്കിൽ ബാക്ക് ബോൺ എന്ന് വിളിക്കുന്നുണ്ട്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് AI, ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് IoT, സൈബർ ഫിസിക്കൽ സിസ്റ്റം CPS എന്നിവയ്ക്ക് ബിഗ് ഡേറ്റ ഇല്ലാതെ ഫലപ്രദമായി പ്രവർത്തിക്കാൻ കഴിയില്ല. ഇവയുടെ പ്രധാന ആപ്ലിക്കേഷനുകളെ കുറിച്ചിട്ടാണ് ഇനി പറയാൻ പോണത്. ഒന്നാമത്തേതാണ് തത്സമയ തീരുമാനമെടുക്കൽ, റിയൽ ടൈം ഡിസിഷൻ മേക്കിംഗ്. ഇൻഡസ്ട്രി 4.0 വഴി ഓർഗനൈസേഷനുകൾക്ക് ലഭിക്കുന്ന ഡേറ്റ ഉപയോഗിച്ച് മില്ലി സെക്കൻഡുകൾക്കുള്ളിൽ തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുന്നു. സ്റ്റോക്ക് മാർക്കറ്റ് ഇതിന് മികച്ച ഒരു ഉദാഹരണമാണ്. രണ്ടാമത്തെയാണ് പ്രെഡിക്റ്റീവ് മെയിൻ്റനൻസ്. എന്താണ്? മെഷീനുകൾ കേടാകുന്നത് വരെ കാത്തിരിക്കാതെ സെൻസറുകൾ നൽകുന്ന ഡേറ്റ, അതായത് താപനില, മർദ്ദം എന്നിവ വിശകലനം ചെയ്ത് അറ്റകുറ്റപ്പണികൾ നടത്തുന്നു. ഉദാഹരണത്തിന് റോൾസ് റോയ്സ് ജെറ്റ് എഞ്ചിനുകൾ ഫ്ലൈറ്റ് സമയത്ത് ടെറാബൈറ്റ് കണക്കിന് ഡേറ്റ നൽകുന്നു. ഇതുവഴി അപ്രതീക്ഷിത തകരാറുകൾ 50% വരെ കുറയ്ക്കാൻ സാധിക്കും. നെക്സ്റ്റ് പോയിൻ്റാണ് കസ്റ്റമർ ഇൻസൈറ്റ്, ഉപഭോക്തൃ ഉൾക്കാഴ്ചകൾ എന്ന് പറയുന്നത്. ആമസോൺ ഉപഭോക്താക്കളുടെ ബ്രൗസിംഗ് രീതി നോക്കിയിട്ട് ഉൽപ്പന്നങ്ങൾ നിർദ്ദേശിക്കുന്നുണ്ട്. ടെസ്ല തങ്ങളുടെ വാഹനങ്ങളിൽ നിന്ന് നേരിട്ട് ഡേറ്റ ശേഖരിച്ച് സോഫ്റ്റ്വെയർ അപ്ഡേറ്റുകൾ വഴി കാര്യക്ഷമത കൂട്ടുന്നുണ്ട്. പ്രവർത്തനക്ഷമതയാണ് നാലാമത്തെ പോയിന്റ്. ഓപ്പറേഷണൽ എഫിഷ്യൻസി, പ്രവർത്തന കാര്യക്ഷമത. വിതരണ ശൃംഖലയിലെ കാര്യക്ഷമത ഇല്ലായ്മ കണ്ടെത്തുന്നതിനും പാഴാക്കൽ കുറയ്ക്കാനും സഹായിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് കാറ്റർപില്ലർ, വാൾമാർട്ട് എന്നിവർ തങ്ങളുടെ ഇൻവെൻട്രി കൃത്യമായി സൂക്ഷിക്കാൻ ബിഗ് ഡേറ്റ ഉപയോഗിക്കുന്നുണ്ട്. അഞ്ചാമത്തെ പോയിൻ്റാണെന്ത്?
നവീകരണവും പുതിയ ബിസിനസ് മോഡലുകൾ. അതെന്താണ് പറയുന്നത്? ഇന്നോവേഷൻ ആൻഡ് ന്യൂ ബിസിനസ് മോഡൽസ്. കമ്പനികൾക്ക് പുതിയ ബിസിനസ് രീതികൾ രൂപീകരിക്കാനായിട്ട് ബിഗ് ഡാറ്റ സഹായിക്കുന്നുണ്ട്. നെറ്റ്ഫ്ലിക്സിൻ്റെ വരിക്കാരുടെ എണ്ണം 260 ദശലക്ഷത്തിലധികമാണ്. വർദ്ധിച്ചതിനും ഇങ്ങനെ വർധനവുണ്ടായതിനും ഹൗസ് ഓഫ് കാർഡ്സ് പോലെയുള്ള ഹിറ്റ് പരമ്പരകൾ നിർമ്മിച്ചതിനും പിന്നിൽ ബിഗ് ഡാറ്റ അനലിറ്റിക്സ് ആണ്. ആരോഗ്യരംഗത്ത് ടെലിമെഡിസിൻ, വ്യക്തിഗത ചികിത്സകൾ എന്നിവയ്ക്കും ഇത് സഹായിക്കുന്നുണ്ട്. ഇനി പറയുന്നത് ബിഗ് ഡാറ്റയുടെ ഗുണങ്ങളാണ്. മെറിറ്റ്സ് ആൻഡ് അഡ്വാൻറ്റേജസ് ഓഫ് ബിഗ് ഡാറ്റ. ഒന്നാമത്തത് മെച്ചപ്പെട്ട കാര്യക്ഷമതയാണ്, ഇംപ്രൂവ്ഡ് എഫിഷ്യൻസിയാണ്. മെഷീനുകൾ, സെൻസറുകൾ എന്നിവയിൽ നിന്നുള്ള ഡേറ്റ വിശകലനം ചെയ്ത് ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നു. ടൊയോട്ടയുടെ പ്രശസ്തമായ ലീൻ മാനുഫാക്ചറിംഗ് സിസ്റ്റം ഇതിനുദാഹരണമാണ്. ഇത് വിഭവങ്ങളുടെ ശരിയായ വിനിയോഗം ഉറപ്പാക്കുന്നു. ഇനി നെക്സ്റ്റ് പോയിൻ്റാണ് മെച്ചപ്പെട്ട ഉപഭോക്തൃ അനുഭവം, എൻഹാൻസ്ഡ് കസ്റ്റമർ എക്സ്പീരിയൻസ്. ഉപഭോക്താക്കളുടെ താൽപ്പര്യങ്ങളും വാങ്ങൽ രീതികളും മനസ്സിലാക്കി അവർക്ക് അനുയോജ്യമായ ഉൽപ്പന്നങ്ങളും സേവനങ്ങളും നിർദ്ദേശിക്കാൻ സഹായിക്കുന്നു. ഉദാഹരണത്തിന് ആമസോൺ, സ്പോട്ടിഫൈ എന്നിവയുടെ പേഴ്സണലൈസ്ഡ് പ്ലേലിസ്റ്റുകൾ ഇതിനൊരു ഉദാഹരണമാണ്. നെക്സ്റ്റ് പറയുന്നത് ഇത് ചെലവ് കുറയ്ക്കുന്നു, കോസ്റ്റ് റിഡക്ഷൻ ഉണ്ടാകുന്നു. പരമ്പരാഗത ഡേറ്റാ സെൻറ്ററുകൾക്ക് പകരം AWS, ആമസോൺ വെബ് സർവീസ്, ഗൂഗിൾ ക്ലൗഡ് തുടങ്ങിയ ക്ലൗഡ് അധിഷ്ഠിത സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുന്നതിലൂടെ IT ചെലവുകൾ ഗണ്യമായി കുറയ്ക്കാൻ കമ്പനികൾക്ക് കഴിയുന്നു. നെക്സ്റ്റ് പോയിൻ്റാണ് കോമ്പറ്റിറ്റീവ് അഡ്വാൻറ്റേജസ്, മത്സരാധിഷ്ഠിത നേട്ടം. വിപണിയിലെ ട്രെൻഡുകൾ മുൻകൂട്ടി പ്രവചിക്കാനും ഉപഭോക്താക്കളുടെ ആവശ്യങ്ങൾ വേഗത്തിൽ മനസ്സിലാക്കാനും ബിഗ് ഡാറ്റ സഹായിക്കുന്നു. ലാസ്റ്റ് പോയിൻ്റാണ് മികച്ച തീരുമാനങ്ങൾ എടുക്കൽ, ബെറ്റർ ഡിസിഷൻ മേക്കിംഗ്. ഊഹങ്ങളെ അടിസ്ഥാനമാക്കാതെ കൃത്യമായ ഡേറ്റയുടെ വെളിച്ചത്തിൽ തീരുമാനങ്ങൾ എടുക്കാൻ ബിഗ് ഡാറ്റ സഹായിക്കുന്നു. ഉദാഹരണത്തിന് UPS കമ്പനി തങ്ങളുടെ യാത്രാവഴികൾ ഒപ്റ്റിമൈസ് ചെയ്യാൻ ഓറിയൻ സിസ്റ്റം ഉപയോഗിക്കുന്നു. ഇനി നെക്സ്റ്റ് ആണ് നമ്മൾ പറയുന്നത് കോമ്പണൻസ് ഓഫ് ബിഗ് ഡാറ്റ. ബിഗ് ഡാറ്റയുടെ ഘടകങ്ങളാണ് പറയുന്നത്. ഇവയുടെ ബിഗ് ഡാറ്റയുടെ സുഗമമായ പ്രവർത്തനത്തിന് 5 ഘടകങ്ങളാണുള്ളത്. ഒന്നാമത്തേതെന്ന് പറയുന്നത് ഡേറ്റ ഉറവിടങ്ങളാണ്, ഡേറ്റ സോഴ്സസ് ആണ്. IoT സെൻസറുകൾ, സോഷ്യൽ മീഡിയ അതായത് ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, ഇ-കൊമേഴ്സ് സൈറ്റുകൾ എന്നിവയിൽ നിന്ന് വൻതോതിൽ ഡേറ്റ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. രണ്ടാമത് പറയുന്നതാണ് ഡേറ്റ സംഭരണം, ഡേറ്റ സ്റ്റോറേജ്. വൻതോതിലുള്ള ഡേറ്റ സുരക്ഷിതമായി സൂക്ഷിക്കാൻ ഹാഡൂപ്പ് ഡിസ്ട്രിബ്യൂട്ടഡ് ഫയൽ സിസ്റ്റം HDFS, ആമസോൺ S3, ഗൂഗിൾ ക്ലൗഡ് സ്റ്റോറേജ് എന്നിവ ഉപയോഗിക്കുന്നുണ്ട്. ഡേറ്റ സംസ്കരണമാണ് നെക്സ്റ്റ് പറയുന്നത്. ഡേറ്റ പ്രോസസ്സിങ്, ശേഖരിച്ച അസംസ്കൃത ഡേറ്റയെ ഉപയോഗപ്രദമായ രീതിയിലേക്ക് മാറ്റുന്ന പ്രക്രിയയാണിത്. ഇതിനായി അപ്പാച്ചെ സ്പാർക്ക്, അപ്പാച്ചെ ഫ്ലിങ് തുടങ്ങിയ ഫ്രെയിം വർക്കുകൾ ഉപയോഗിക്കുന്നു. ഫോർത്ത് വൺ പറയുന്നതാണ് ഡേറ്റ അനലിറ്റിക്സ്. മെഷീൻ ലേണിംഗ്, പ്രെഡിക്റ്റീവ് അനലിറ്റിക്സ് എന്നിവയുടെ ഡേറ്റയിൽ നിന്ന് ആവശ്യമായ വിവരങ്ങളും ട്രെൻഡുകളും കണ്ടെത്തുന്നു. ഫിഫ്ത്ത് വൺ ആണ് ഡേറ്റ വിഷ്വലൈസേഷൻ. സങ്കീർണമായ ഡേറ്റയെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഗ്രാഫുകളായും ചാർട്ടുകളായും മാറ്റുന്നു. ഉദാഹരണത്തിന് ടാബ്ല്യൂ, പവർ BI പോലുള്ളവ. ഇനി നമ്മൾ പറയുന്നത് ബിഗ് ഡേറ്റ ടൂളുകളാണ്. ബിഗ് ഡേറ്റ ടൂളുകൾ ഓഫ് ഫ്രെയിം വർക്കുകൾ. ബിഗ് ഡേറ്റ ടൂൾ സമ്മറിയെക്കുറിച്ചിട്ടാണ് ഇനി പറയാൻ പോണത്. ഫസ്റ്റ് വൺ പറയുന്നത് ഹഡൂപ്പിനെ കുറിച്ചിട്ടാണ്. അപ്പാച്ചെ ഹഡൂപ്പ് എന്നാണ് പറയുന്നത്. ബിഗ് ഡേറ്റ കൈകാര്യം ചെയ്യാൻ ഉപയോഗിക്കുന്ന ഏറ്റവും ജനപ്രിയവും അടിസ്ഥാനപരമായ ഒരു ഓപ്പൺ സോഴ്സ് ഫ്രെയിം വർക്കാണിത്. വലിയ ഡേറ്റ സെറ്റുകളെ ചെറിയ ഭാഗങ്ങളാക്കി മാറ്റി ഒരു കൂട്ടം കമ്പ്യൂട്ടറുകളിൽ, ക്ലസ്റ്റേഴ്സുകളിൽ ഒരേ സമയം സംഭരിക്കാനും പ്രോസസ്സ് ചെയ്യാനും ഹഡൂപ്പ് സഹായിക്കുന്നുണ്ട്. ഇവയുടെ കുറച്ച് ഘടകങ്ങൾ പറയുന്നുണ്ട്. HDFS, ഹഡൂപ്പ് ഡിസ്ട്രിബ്യൂട്ടഡ് ഫയൽ സിസ്റ്റം. ഡേറ്റ വലിയ ഫയലുകളായി പല കമ്പ്യൂട്ടറുകളിലായി വികേന്ദ്രീകരിച്ച് സംഭരിക്കുന്ന ഒരു സംവിധാനമാണിത്. ഡേറ്റയെ സമാന്തരമായി പാരലൽ പ്രോസസ് ചെയ്യാനുള്ള പ്രോഗ്രാമിംഗ് മാതൃക, മാപ്പ് റെഡ്യൂസേഴ്സൊക്കെ ഇതിനകത്ത് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഇതിൽ യെറ്റ് അനദർ റിസോഴ്സ് നെഗോഷിയേറ്റർ, കമ്പ്യൂട്ടറുകളുടെ CPU, മെമ്മറി എന്നിവ നിയന്ത്രിക്കുന്ന റിസോഴ്സ് മാനേജറായിട്ടും ഇത് പ്രവർത്തിക്കുന്നുണ്ട്. ഇവയുടെ സവിശേഷതകൾ എന്താണെന്ന് വെച്ചാൽ ബാച്ച് പ്രോസസ്സിംഗ് ആണ് ഒന്നാമത്തെ ഒരു സവിശേഷത. ഒന്നിച്ച് ശേഖരിച്ചു വെച്ച വലിയ അളവിലുള്ള പഴയ ഡേറ്റ വിശകലനം ചെയ്യാൻ ഇത് മികച്ചതാണ്. തത്സമയ വിശകലനത്തിന് ഇതത്ര അനുയോജ്യമല്ല. ഫോൾട്ട് ടോളറൻസ്, ഒരു കമ്പ്യൂട്ടർ കേടായാലും ഡേറ്റ നഷ്ടപ്പെടാതെ മറ്റൊരു കമ്പ്യൂട്ടറിൽ നിന്നും ലഭ്യമാക്കുന്നു.
യാഹൂ തങ്ങളുടെ സെർച്ച് എഞ്ചിൻ ക്വറികൾ വിശകലനം ചെയ്യാൻ ഹഡൂപ്പ് ഉപയോഗിക്കുന്നുണ്ട്. ഇനി നെക്സ്റ്റ് പറയുന്നതാണ് അപ്പാച്ചെ സ്പാർക്ക്. ഹഡൂപ്പിൻ്റെ പോരായ്മകൾ പരിഹരിക്കാൻ കൊണ്ടുവന്ന അതീവ വേഗതയിലുള്ള ഒരു ഡേറ്റ പ്രോസസ്സിംഗ് ഇൻഫ്രാസ്ട്രക്ചറാണ് അപ്പാച്ചെ സ്പാർക്ക്. ഹഡൂപ്പിനേക്കാൾ 100 മടങ്ങ് വരെ വേഗത ഇതിനുണ്ട്. ഇതിൻ്റെ സവിശേഷതകളെന്ന് പറയുന്നത് ഇൻ മെമ്മറി കമ്പ്യൂട്ടിംഗ് ആണ്. ഡേറ്റ ഹാർഡ് ഡിസ്കിൽ സൂക്ഷിക്കുന്നതിന് പകരം കമ്പ്യൂട്ടറിൻ്റെ റാമിൽ താൽക്കാലികമായി നിലനിർത്തൽ പ്രോസസ്സ് ചെയ്യുന്നു. ഇതാണ് ഇതിൻ്റെ വേഗതയ്ക്ക് കാരണം. ബഹുമുഖ പ്രതിഭയാണ് വേഴ്സാലിറ്റി. ഇതിന് ബാച്ച് പ്രോസസ്സിങ്ങും റിയൽ ടൈം സ്ട്രീമിങ്ങും ഒരുപോലെ ചെയ്യാൻ സാധിക്കും. ഇതിൽ സ്പാർക്ക്, SQL, ഡേറ്റാബേസ് ക്വറികൾ, MLib, മെഷീൻ ലേണിംഗ് എന്നിവ ഉൾപ്പെടുന്നുണ്ട്. ഊബർ തങ്ങളുടെ റൈഡറുകൾക്ക് കൃത്യമായ നിരക്ക് നിശ്ചയിക്കാനും ഡ്രൈവർമാരെ കണ്ടെത്താനും സ്പാർക്ക് ഉപയോഗിക്കുന്നുണ്ട്. നെക്സ്റ്റ് പറയുന്നതാണ് അപ്പാച്ചെ ഫ്ലിങ്ക് എന്ന് പറയുന്നത്. തുടർച്ചയായി വന്നുകൊണ്ടിരിക്കുന്ന ഡേറ്റയെ അപ്പോൾ തന്നെ റിയൽ ടൈം വിശകലനം ചെയ്യാൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ള അത്യാധുനിക ടൂളുകളാണിത്. ഇവയുടെ സവിശേഷതകൾ എന്താണെന്ന് വെച്ചാൽ ട്രൂ സ്ട്രീം പ്രോസസ്സിംഗ് ആണ്. ഡേറ്റ ഓരോന്ന് ഈവൻ ബൈ ഈവൻ ഉടനടി പ്രോസസ്സ് ചെയ്യുന്നു. അതായത് മില്ലി സെക്കൻഡുകൾക്കുള്ളിൽ ഫലം നൽകാൻ ഇതിന് കഴിയും. നെക്സ്റ്റ് പറയുന്നത് സ്റ്റേറ്റ്ഫുൾ കമ്പ്യൂട്ടിംഗ് ആണ്. മുൻപ് നടന്ന ഇടപാടുകളുടെ വിവരങ്ങൾ ഓർത്ത് വെച്ച് പുതിയ ഡേറ്റയുമായി താരതമ്യം ചെയ്യാൻ ഫ്ലിങ്കിന് സാധിക്കും. ഇതിൻ്റെ ഉപയോഗം ബാങ്കിങ് മേഖലയിൽ ക്രെഡിറ്റ് കാർഡ് തട്ടിപ്പുകൾ, ഫ്രോഡ് ഡിറ്റക്ഷൻ ആ നിമിഷത്തിൽ തന്നെ കണ്ടെത്തി തടയാൻ ഫ്ലിങ്ക് ഉപയോഗിക്കുന്നുണ്ട്. നെക്സ്റ്റ് പറയുന്നത് അപ്പാച്ചെ സ്റ്റോം ആണ്. എന്താണ്? ട്വിറ്റർ വികസിപ്പിച്ചെടുത്ത റിയൽ ടൈം ഡേറ്റ പ്രോസസ്സിങ്ങിനായുള്ള മറ്റൊരു ജനപ്രിയ ഓപ്പൺ സോഴ്സ് ടൂളാണിത്. ഹഡൂപ്പ് ബാച്ച് പ്രോസസ്സിങ്ങിന് നൽകുന്ന അതേ വിശ്വസ്യത സ്റ്റോം റിയൽ ടൈം സ്ട്രീമിങ്ങിന് നൽകുന്നുണ്ട്. ഇവയുടെ സവിശേഷത എന്തെന്ന് വെച്ചാൽ ഉയർന്ന വേഗതയാണ്. ഒരു സെക്കൻഡിൽ ദശലക്ഷക്കണക്കിന് മെസ്സേജുകൾ പ്രോസസ്സ് ചെയ്യാൻ ഇത് സാധിക്കും. സ്റ്റോമിലെ ഡേറ്റ ഉറവിടങ്ങളെ സ്പോട്ട്സ് എന്നും ഡേറ്റ പ്രോസസ്സ് ചെയ്യുന്ന ഭാഗങ്ങളെ ബോൾട്ട്സ് എന്നും വിളിക്കുന്നു.